എന്റെ കൂടെ കേട്ടിക്കോ. കംപ്ലൈന്റ് പറയും. വേണ്ട, ഞാൻ ഇന്ന് തൂങ്ങിച്ചാവും. സാറിന്റെ പേര് ഞാൻ ഇത് ഉറപ്പാ. എനിക്ക് അത്ര ഇമ്പോർട്ടന്റ് ആയിരുന്നു ആ കോൺട്രാക്ട്. ഞാൻ റോഡ് ഞാൻ ഓടിച്ചായിരുന്നു. പൊന്നാറിന്റെ MVD സാറേ, ഇവൾക്കൊന്ന് ലൈസൻസ് കൊടുത്ത് നാട്ടിലിറക്കല്ല. ഇക്കണക്കിനാണെന്നുണ്ടെങ്കിൽ വണ്ടിയൊക്കെ എടുത്ത് പുറത്തിറങ്ങിയതിന് അവിടെ തണ്ടൊന്നും കാണേണ്ടി ഉണ്ടാവില്ല. എന്താണ് ഇപ്പൊ അവൾക്ക് ഒത്താശ പാടം വരുത്തണ്ടല്ലോ, അവന്റെ ചാപ്പൊക്കെ ഒന്ന് കൊടുക്കുക. ഇവിടെ ചെങ്ങായി ടെസ്റ്റ് പാസ്സായിട്ടൊക്കെ വേണ്ട ലൈസൻസ് കൊടുക്കുക, അല്ലാണ്ട് ഓളെ ഇഷ്ടത്തിനാണ് ലൈസൻസ് കൊടുക്കുക. എന്താ ഇപ്പം നിങ്ങളെ അഭിപ്രായം? ഇവർക്കൊക്കെ ലൈസൻസ് കൊടുത്തുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കാം. അവൾ തൂങ്ങിച്ചത്ത അവൾക്ക് പോയി, അല്ലാതെ വേറെ നാട്ടുകാർക്കൊന്നും വലിയ കാര്യമൊന്നുമില്ല. കാരണം വെച്ചാൽ അവൾക്ക് ലൈസൻസ് കൊടുത്ത് അവളെ തണ്ടും വെച്ചിട്ടാണ് അവൾ റോഡിൽ വണ്ടിയിട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കാം. എത്ര ആൾക്കാർ ജീവൻ പോക്കണക്കിനാന്നുണ്ടെങ്കിൽ എന്തൊരവസ്ഥ നോക്കണല്ലോ, ലൈസൻസ് ഇട്ട് അതിന് തൂങ്ങിച്ചാവുന്നൊക്കെ. എന്നാൽ പിന്നെ അതാ നല്ലത്. എന്റെ ടെസ്റ്റ് നടത്തി പ്രതികരിക്കാൻ ഭയങ്കര പ്രശ്നമാവും. ഞാൻ നൈറ്റും മരിക്കും. ഫീലിംഗ് സാറ് മനസ്സിലാക്കുന്നില്ലാത്തതുകൊണ്ട് മാത്രം, അതുകൊണ്ടാണ് പറയുന്നത്. ഞാൻ എന്റെ ജോലി ചെയ്യുകയാണ്. അവള് മൂന്നാമത്തെ ചാൻസിലല്ലേ വരുന്നത്. എന്തെങ്കിലും റോഡ് ഓടിച്ചിട്ട് അവർക്ക് പ്രശ്നം ഉണ്ടാക്കണം. സാറി വേണ്ട ഒരുപാട് അവസരം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇനി എവിടെയാ അവസരം? ഒരാഴ്ചയല്ലേ ആണ് സാറേ. അവർക്ക് വേറെ ആളെ വെച്ച് തെറ്റിറങ്ങാം. പുള്ളിക്ക് നേരിട്ട് ഒരു തീരുമാനം ഉണ്ടാക്കും സാറേ. കാരണം ഞങ്ങളെല്ലാം ഭാഗം പിടിച്ചതാ. ഞാൻ സാറിന് അയൽക്കാരനാണ്. മൊത്തപ്പണക്കാരാണ്. നമ്മൾ